Hey all, welcome to Happy School. So CBSE 10th Physics first chapter, Light, Reflection and Refraction. This chapter is a lengthy chapter. ഇതിൽ നമ്മൾ ഒരുപാട് കോൺസെപ്റ്റുകളും അതേപോലെ ഫോർമുലാസ് ഒക്കെ പഠിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണ്. കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് റിഫ്ലക്ഷൻ, ആ ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് റിഫ്ലക്ഷൻ, കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ, ദെൻ സം PYQs. ഇതിൽ നമുക്ക് ഈ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിററിൽ കുറച്ചുകൂടി എക്സ്ട്രാ കുറച്ച് ടേംസുകൾ കൂടി പഠിക്കാനുണ്ട്. ദെൻ റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചതാണ്, അതേപോലെ ലോസ് ഓഫ് റിഫ്ലക്ഷനും നമ്മൾ പഠിച്ചതാണ്. അത് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. സോ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? ദ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ഹിറ്റ്സ് എ പോളിഷ്ഡ് സർഫസ് ലൈക്ക് മിറർ. അതായത് നമുക്കറിയാം, ചില ഒബ്ജക്റ്റുകൾ ലൈറ്റിന് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. ചിലത് അബ്സോർബ് ചെയ്യും. ചില ഒബ്ജക്ട്സുകൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യും. സോ റിഫ്ലക്ഷൻ മീൻസ് എന്താണ്? സിംപ്ലി ഒരു പോളിഷ്ഡ് സർഫേസിൽ ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ബൗൺസ് ബാക്ക് ചെയ്യും, അതായത് തിരിച്ചു പോകും. അതാണ് എന്ത്? റിഫ്ലക്ഷൻ എന്നൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഫിനോമിന. അതേപോലെ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ്, അതിൻ്റെ നോർമൽ മീൻസ് പെർപെൻഡിക്കുലർ, ദെൻ ഇൻസിഡൻറ്റ് റേ, ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് ദ ഇൻസിഡൻറ്റ് റേ, അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ദെൻ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ, അതാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ്? ഈക്വൽ ആണ്. ദെൻ നമ്മളുടെ ഇൻസിഡൻറ്റ് റേ, നോർമൽ ടു ദ സർഫസ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ, ഈ മൂന്ന് റേസും എന്താണ്? സെയിം പ്ലെയിനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് എന്ത്? ലോസ് ഓഫ് റിഫ്ലക്ഷൻ. നമ്മൾ പ്ലെയിൻ മിററിൻ്റെ കേസിലാണ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. സോ നമ്മൾ നെക്സ്റ്റ് പ്ലെയിൻ മിററിന് പകരം കേർവ്ഡ് സർഫേസ് ഉള്ള മിറേഴ്സ്, അതായത് സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ചാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ആ ഒരു കേർവ്ഡ് സർഫേസിൽ റിഫ്ലക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ്, അതൊക്കെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലെയിൻ മിററിൽ എന്താണ്? നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്താണ്? പ്ലെയിൻ ആണ്. ഈ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ആണെങ്കിലോ ആ ഒരു കേസാണ് എന്ത്? സ്ഫെറിക്കൽ മിറേഴ്സ്. സ്ഫെറിക്കൽ മിറേഴ്സിൽ എന്താണ്? റിഫ്ലക്റ്റിംഗ് സർഫസ് കേർവ്ഡ് ആണ്. നമുക്ക് രണ്ട് ടൈപ്പ് സ്ഫെറിക്കൽ മിറേഴ്സ് ആണുള്ളത്, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. കോൺകേവ് മിറർ എന്താണ്? അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇറ്റ് ഈസ് കേർവ്ഡ് ഇൻവേർഡ്, ഉള്ളിലോട്ട് കേർവ് ചെയ്തിട്ടുണ്ട്. ദെൻ കോൺവെക്സ് മിററിൽ ഇറ്റ് ഈസ് കേർവ്ഡ് ഔട്ട്വേർഡ്. കോൺവെക്സ് മിററിൽ എന്താണ്? അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എവിടെയാണ്? ഉള്ളിലാണ്. അതേപോലെ കോൺകേവിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളിലാണ്, കോൺവെക്സിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്ത് ഔട്ടർ സൈഡിലാണ്. കോൺവെക്സ് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. സോ നമുക്ക് ഈ ഒരു രണ്ട് സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ഒരു സ്ഫെറിക്കൽ മിറേഴ്സ് പറയുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് ടേംസുകൾ കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഫസ്റ്റ് ടേം പോൾ എന്താണ്? ഈ ഒരു സ്ഫെറിക്കൽ മിററിൻ്റെ ജിയോമെട്രിക്കൽ സെൻറ്ററിനെയാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത്. P എന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ പോളിനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്താണ്? സ്ഫെറിക്കൽ മിററിൻ്റെ ജിയോമെട്രിക്കൽ സെൻറ്റർ. നെക്സ്റ്റ് ആണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഈ ഒരു സ്ഫെറിക്കൽ മിറർ എന്താണ്? ഒരു സ്ഫിയറിൻ്റെ പാർട്ടാണെന്ന് വിചാരിക്കുക. ആ ഒരു സ്ഫിയറിന് എന്തുണ്ടാവും? സെൻറ്റർ ഉണ്ടാവും. ആ സെൻറ്ററിനെയാണ് എന്ത്? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ മിററിൻ്റെ ജിയോമെട്രിക്കൽ സെൻറ്റർ പോളും ആ ഒരു സ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറും. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേമാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അതെന്താണ്? പോളിനെയും അതേപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചാൽ അതെന്താണ്? അതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ദെൻ റേഡിയസ് ഓഫ് കർവേച്ചർ, നമ്മളുടെ സ്ഫിയറിൻ്റെ റേഡിയസ്. ഈ 4 ടേംസ് എന്താണ്? സ്ഫെറിക്കൽ മിറേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നമ്മൾ സ്ഫെറിക്കൽ ലെൻസ് പഠിക്കുമ്പോഴും ഈ ടേംസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഓർത്ത് വെക്കുക. ദെൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ഫോക്കൽ ലെങ്ത്. ഈ ഒരു കോൺകേവിൻ്റെ കേസിലും കോൺവെക്സിൻ്റെ കേസിലും ഫോക്കസിൻ്റെ ഡെഫിനിഷൻ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആണ്. കോൺകേവ് മിറർ നോക്കാം. പാരലൽ ലൈറ്റ് റേസ് കോൺകേവ് മിററിൻ്റെ ഇന്നർ സൈഡിലാണ് എന്തുള്ളത്? റിഫ്ലക്റ്റീവ് സർഫസ്. സോ ഇന്നർ സൈഡിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു,
അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെ പാരലൽ ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് എവിടെയാണുള്ളത്, നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസ്, നമ്മളുടെ പി എന്ന പ്രിൻസിപ്പൽ ആക്സിസിലാണ് എന്തുള്ളത്, ആ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഉള്ളത്. ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫോക്കസ്. എഫ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. കോൺവെക്സിന്റെ കേസിൽ നോക്കിയേ, പാരലൽ ലൈറ്റ് റേസ് ഇൻസിഡന്റ് ചെയ്യുന്നു. ഔട്ടർ സർഫേസ് ആണ് റിഫ്ലക്റ്റിംഗ് സർഫസ്, ദെൻ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് എന്താണ്, റിയലി അത് എന്ത് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ റേസ് നമ്മളെ പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഒരു പോയിന്റ് നിന്ന് ഡൈവേർജ് ചെയ്ത് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റ് വിച്ച് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ കോൺവെക്സ് മിററിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. സോ കോൺകേവ് മിററിൽ നമ്മളുടെ റിഫ്ലക്റ്റിംഗ് റേസ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വലി മീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് കോൺവെക്സ് മിററിൽ നമ്മളുടെ റിഫ്ലക്റ്റിംഗ് റേസ് എന്താണ്, ഇറ്റ് ഈസ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് വിച്ച് ഈസ് ദ ഫോക്കസ്. ദെൻ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, പോൾ പറഞ്ഞിട്ടുണ്ട്. പോളും ഫോക്കസും തമ്മിലുള്ള ലെങ്ത് ഓർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദാറ്റ് മിറർ. സോ ഈ ഒരു ഫോക്കസ് ആൻഡ് ഫോക്കൽ ലെങ്ത് ഓക്കെ അല്ലേ. ഇതിൽ നമുക്ക് ഒരു മെയിൻ ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് ആണ് എന്ത്, ഫോക്കസ്. ഫോക്കസ് എഫ് ഇസ് ഈക്വൽ ടു 2r. അതായത് നമ്മളുടെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഹാഫ് ആണെന്ത്, ഫോക്കൽ ലെങ്ത്, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആണെന്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇമേജ് ഫോർമേഷൻ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. സോ പ്ലെയിൻ മിററിൽ ഇമേജ് ഫോം ചെയ്ത് നമുക്കറിയാം എന്താണ്, ഇൻസിഡൻറ്റ് ചെയ്യുന്നു, ദെൻ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ദെൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, ഇമേജ് ഫോം ചെയ്യുന്നു. അതിൽ നമുക്കറിയാം ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന്. ഒന്നാമത് വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, അതേപോലെ സെയിം സൈസ്, ഒബ്ജക്റ്റിൻ്റെ സൈസും ഫോം ചെയ്ത ഇമേജിൻ്റെ സൈസും എന്താണ്, സെയിം ആണ്, അവിടെ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ സ്ഫെറിക്കൽ മിറേഴ്സ് വരുമ്പോൾ അവിടെ ഒരുപാട് കണ്ടീഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റ് എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ സൈസും അതിൻ്റെ ക്യാരക്ടേഴ്സും ഒക്കെ വരിക. സോ നമുക്ക് ആദ്യം കോൺകേവ് മിറർ നോക്കാം. കോൺകേവ് മിറർ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കോൺവെക്സ് മിററിൽ നമുക്ക് 2 സിനാരിയോസ് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ കോൺകേവ് മിററിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം അതിൻ്റെ റൂൾസ് നോക്കാം. സോ ഒരു ഫസ്റ്റ് റൂള്, നമ്മളുടെ റേ, ഒരു പാരലൽ ലൈറ്റ് റേ എന്താണ്, ഇൻസിഡൻറ്റ് ചെയ്താൽ അത് ഫോക്കസിലൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്യും. അതേപോലെ സെക്കൻഡ് കേസ് എന്താണ്, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈറ്റ് റേ എന്ത് ചെയ്യും, പാരലലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. നെക്സ്റ്റ് കേസ് എന്താണ്, സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് നമ്മളുടെ ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന പാത്ത് ഏതാണ്, ആ സെയിം പാത്ത് തന്നെ, സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെയാണ് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. ദെൻ ഫോർത്ത് കേസ് എന്താണ്, നമ്മളുടെ ഇൻസിഡൻറ്റ് റേ ഒരു ഐ എന്നൊരു ആംഗിളിലാണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സെയിം ആംഗിളിൽ, ഐ നമ്മളതിന് ആറെന്നും വിളിക്കും, ആ സെയിം ആംഗിളിൽ എന്ത് ചെയ്യും, റേ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഇതാണ് കോൺകേവ് മിററിലെ റിഫ്ലക്ഷൻ്റെ റൂൾസ്. ഈ ഒരു 4 റൂൾസ് വെച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റ് പല സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്, പൊസിഷൻ ഓഫ് ദ ഇമേജ്, സൈസ് ഓഫ് ദ ഇമേജ്, നേച്ചർ ഓഫ് ദ ഇമേജ്. സോ നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇമേജിൻ്റെ പൊസിഷൻ, ഇമേജിൻ്റെ സൈസ്, ഇമേജിൻ്റെ നേച്ചറൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇൻഫിനിറ്റി, അറ്റ് ഇൻഫിനിറ്റി നോക്കുകയാണെങ്കിൽ ഇത് പി ആയിക്കോട്ടെ, ദെൻ ദിസ് ഈസ് എഫ്, ദിസ് ഈസ് സി ആൻഡ് ദിസ് ഈസ് ഇൻഫിനിറ്റി. സോ ഇത് പഠിക്കാൻ എളുപ്പമാണ്. അതായത് ഇൻഫിനിറ്റിയിലുള്ളപ്പം എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത്, ഫോക്കസിൽ. ദെൻ നമ്മൾ ഒബ്ജക്റ്റ് കുറച്ചുകൂടി മുന്നോട്ട് വെച്ചു, അതായത് ബിയോണ്ട് സി. അപ്പം എന്താണ്, ഇമേജ് കുറച്ചുകൂടി മുന്നോട്ട് വന്നു, അതായത് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ദെൻ എഗെയിൻ നമ്മൾ ഒബ്ജക്റ്റ് കുറച്ചുകൂടി മുന്നോട്ട് വെച്ചു, സിയിലെത്തി. ദെൻ ഇമേജും എന്തായി, സിയിൽ കോയിൻസൈഡ് ചെയ്തു.
നെക്സ്റ്റ് എന്താണ്, നമ്മളുടെ ഒബ്ജക്റ്റ് സിയുടെയും എഫിൻ്റെയും ഇടയിൽ വെച്ചു. ദെൻ എന്തായി, അത് ബിയോണ്ട് സി. ദെൻ അറ്റ് എഫ് ഫോക്കസിൽ വെച്ചപ്പോൾ ഇൻഫിനിറ്റി. അതെന്താണ്, ഫോക്കസിലാണ് ഇമേജ് എങ്കിൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും, ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഫോർമേഷൻ എങ്കിൽ അത് ഫോക്കസിലായിരിക്കും ആ ഒബ്ജക്റ്റ് ഉണ്ടാവുക. അങ്ങനെ പഠിച്ചാൽ മതി. അതേപോലെ ആ ഒരു ഇമേജിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മൾ ഫോക്കസിൽ ഇമേജ് ഫോം ചെയ്തത് എന്താണ്, ഹൈലി ഡിമിനിഷ്ഡ്, അതായത് പോയിന്റ് സൈസിലുള്ള ഇമേജ് ആണ് ഫോക്കസിൽ നമുക്ക് ഉണ്ടായത്. അതായത് ഇമേജ് ഫോം ചെയ്തത് പോയിന്റ് സൈസ് ഇമേജ് ആണ് ഫോക്കസിൽ ഫോം ചെയ്തത്. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ എന്താണ്, കുറച്ചുകൂടി എന്ത് ചെയ്തു, അതിൻ്റെ സൈസ് കൂടി. അതായത് ഹൈലി ഡിമിനിഷ്ഡ് അല്ല, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ദെൻ കുറച്ചുകൂടി സിയിലെത്തിയപ്പോൾ എന്താണ്, ഇമേജിൻ്റെ സൈസും ഒബ്ജക്റ്റിൻ്റെ സൈസും എന്താണ്, സെയിം ആണ്. ദെൻ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ എന്താണ്, അത് എന്ത് ചെയ്തു, എൻലാർജ് ചെയ്തു. മാഗ്നിഫൈഡ് ഇമേജ് ആണ് നമുക്ക് ബിറ്റ്വീൻ സി ആൻഡ് എഫ് കിട്ടുന്നത്. ദെൻ അറ്റ് ഇൻഫിനിറ്റിയിൽ എന്താണ്, ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഫോം ചെയ്തത്. ദെൻ ബിറ്റ്വീൻ പി ആൻഡ് എഫ് വെച്ചപ്പോൾ എന്താണ്, അതും മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് ഫോം ചെയ്തത്. അതേപോലെ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ അഞ്ച് കേസിലും ഇമേജ് എന്താണ്, ഇൻവേർട്ടഡ് ആണ്. അതേപോലെ റിയൽ ഇമേജ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ 6th കേസിൽ എന്താണ്, അവിടെ റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ് എന്ത് ചെയ്തിട്ടില്ല, ആക്ച്വലി മീറ്റ് ചെയ്തിട്ടില്ല, ബട്ട് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി മീറ്റിംഗ്. അപ്പോൾ അവിടെ എന്താണ്, വെർച്വൽ ഇമേജ് ആണ്. ബാക്കി 5 കേസിലും റിയൽ ആണ്, അതേപോലെ ഇൻവേർട്ടഡ് ആണ്. ബട്ട് 6th കേസിൽ എന്താണ്, വെർച്വൽ ഇമേജ് ആണ്, അതേപോലെ ഇറക്റ്റ് ആണ്, അതായത് സെയിം. നമ്മളിങ്ങനെയാണ് നിൽക്കുന്നത്, അതേപോലെ തന്നെ. ഓക്കെ, ഈ ഒരു ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ബാക്കി എല്ലാ കേസിലും റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ ഇമേജ് ആണെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. വെർച്വൽ ആണെങ്കിൽ അതെപ്പോഴും ഇറക്റ്റ് ആയിരിക്കും. ഈ ഒരു കോംബോ ഒരിക്കലും മാറില്ല. സോ നമുക്ക് നെക്സ്റ്റ് ദെൻ കോൺകേവ് മിററിൻ്റെ യൂസുകൾ ഈ 2-3 പഠിച്ചാൽ മതി. ഏതാണ്, കോൺകേവ് മിറർ, ടോർച്ചിൽ നമ്മൾ കോൺകേവ് മിററാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സോളാർ പാനലിലെ ഡെൻറ്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്, അതായത് ഇമേജ് എന്താണ്, എൻലാർജ് ചെയ്ത് കാണാൻ വേണ്ടി നമുക്ക് കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഹെഡ്ലൈറ്റ് ഓഫ് എ കാർ, ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. സോ നെക്സ്റ്റ് കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൽ ഒബ്ജക്റ്റുകൾ നമ്മൾ 2 പൊസിഷൻ അത് മാത്രമേ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് പൊസിഷൻ എന്താണ്, ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ദെൻ ഒബ്ജക്റ്റ് എനിവേർ ബിറ്റ്വീൻ പോൾ ആൻഡ് ഇൻഫിനിറ്റി. ആ 2 കേസിലും ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ്. കോൺവെക്സ് മിററിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇമേജ് എന്തായിരിക്കും, വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, അതേപോലെ ഡിമിനിഷ്ഡ് ആയിരിക്കും. നമുക്ക് മാഗ്നിഫൈഡ് ഇമേജ് കോൺവെക്സ് മിറർ വഴി കിട്ടത്തില്ല, അതൊന്ന് ഓർത്താൽ മതി. സോ ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് ഫോമിങ്, ഫോക്കസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ദെൻ എനിവേർ ബിറ്റ്വീൻ പോൾ ആൻഡ് ഇൻഫിനിറ്റി. അങ്ങനെ ചെയ്യുമ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, എനിവേർ ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്. ഈ ഒരു 2 കേസ്. ഓക്കെ, ബിഹൈൻഡ് ദ മിറർ ബിറ്റ്വീൻ പി ആൻഡ് എഫ്, ബിഹൈൻഡ് ദ മിറർ അറ്റ് ഫോക്കസ്. സോ മിററിൻ്റെ ബിഹൈൻഡ് ആണ്, അതുകൊണ്ടാണ് എന്ത് ഇമേജ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയത്. അതേപോലെ ഡിമിനിഷ്ഡ് ആൻഡ് ഹൈലി ഡിമിനിഷ്ഡ്. ഫോക്കസിലാകുമ്പോൾ നമ്മൾ ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും, അതായത് പോയിന്റ് സൈസ് ഇമേജസ് ആണ് ഫോം ചെയ്യുക. സോ കോൺവെക്സ് ലെൻസ് മിററിൻ്റെ കേസ് ഇതാണ്. സോ നമുക്കറിയാം കോൺവെക്സ് മിററാണ് നമ്മൾ റിയർ വ്യൂ മിററായിട്ട് വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്, അത് കോൺവെക്സ് മിറർ എന്താണ്, ഒരു ഔട്ട്വേർഡ് കേർവ്ഡ് ആയിട്ടുള്ള ഒരു മിററാണ്. അതുകൊണ്ട് തന്നെ ഒരു വൈഡർ ഏരിയ കവർ ചെയ്തിട്ട് നമുക്ക് ഈ റിയർ വ്യൂവിൽ കാണാൻ പറ്റും. സോ അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ്.
സോ നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സിൽ 2 ഫോർമുലാസ് നമുക്ക് ഡിറൈവ് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് സൈൻ കൺവേർഷൻ ഫോർ ദ റിഫ്ലക്ഷൻ. സോ ഈ ഒരു കേസിൽ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് വരികയെന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് കേസിൽ നമ്മളുടെ റിഫ്ലക്ഷൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഒബ്ജക്റ്റ് എപ്പോഴും എവിടെയാണ് പ്ലേസ് ചെയ്യുക? ദ ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് പ്ലേസ്ഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ മിറർ. അതിപ്പം കോൺവെക്സ് ആണെങ്കിലും കോൺകേവ് ആണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുക. ദെൻ ഓൾ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഫ്രം പോൾ. സോ നമുക്കറിയാം ഫോക്കൽ ലെങ്ത് ആണെങ്കിലും റേഡിയസ് ഓഫ് കർവേച്ചർ ആണെങ്കിലും നമ്മൾ പോളിൽ നിന്നാണ് മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് പോളാണ് എന്ത് ഒറിജിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെന്താണ്? സോ നമുക്ക് നമ്മളുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അറിയാം. നമ്മൾ റൈറ്റിലോട്ട് പോകുമ്പോൾ പോസിറ്റീവാണ്, ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നെഗറ്റീവാണ്, മുകളിലോട്ട് പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ദെൻ താഴെ നെഗറ്റീവ്. ഈ ഒരു കാർട്ടീഷ്യൻ നമുക്കറിയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം. അതായത് ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവാണ്, ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ്. അതേപോലെ ഹൈറ്റ്, അതായത് ഒബ്ജക്റ്റിൻ്റെ സൈസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുമ്പോൾ എന്താണ്? ചിലത് ഇൻവേർട്ടഡ് ഇമേജസ് ആണ്, ചിലത് എന്താണ്? ഇറക്റ്റ് ഇമേജസ് ആണ്. അപ്പം നമ്മൾ മുകളിൽ എന്താണ് പോസിറ്റീവായിട്ടും താഴോട്ട് ഫോം ചെയ്യുന്ന ഇമേജസിൻ്റെ ഹൈറ്റ് നെഗറ്റീവായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് എന്ത്? സൈൻ കൺവെൻഷൻ ഫോർ റിഫ്ലക്ഷൻ. ഇത് ഓർത്ത് വെക്കണം. ബിക്കോസ് ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ ഈ ഒരു സൈൻ കൺവെൻഷൻ എപ്പോഴും എന്താണ്? കൺഫ്യൂസിങ് ആണ്. സോ നമുക്കൊന്ന് ശ്രദ്ധിച്ച് വേണം ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാൻ. സോ മിറർ ഫോർമുല, നമ്മളുടെ ഫോക്കൽ ലെങ്ത്തിനെയും യു എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. സോ യു എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, അതായത് പോളിൽ നിന്ന് ഒബ്ജക്റ്റ് ഫോം ചെയ്ത ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്ത പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. അതാണ് എന്ത്? യു എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. വി എന്താണ്? പോളിൽ നിന്ന് ഇമേജ് ഫോം ചെയ്തിട്ടുള്ള പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ യു എന്താണ്? പോളിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. വി എന്താണ്? പോളിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. അതേപോലെ എഫ് എന്താണ്? ഫോക്കൽ ലെങ്ത്. ഈ 3 ഡിസ്റ്റൻസുകൾ അല്ലെങ്കിൽ ഈ 3 മെഷർമെൻറ്റും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? 1/f = 1/u + 1/v. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ മിറർ ഫോർമുല എന്ന് പറയുന്നത്. സോ മാഗ്നിഫിക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതായത് കോൺകേവ് മിററിൽ ചില പൊസിഷനിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇമേജ് എന്താണ്? ഡിമിനിഷ്ഡ് ആണ്. ബട്ട് ചില പൊസിഷനിൽ വെക്കുമ്പോൾ ഇമേജ് എൻലാർജ്ഡ് അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ആണ്. കോൺവെക്സ് മിററിൽ എന്താണ്? ഇമേജ് ഡിമിനിഷ്ഡ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. സോ ആ ഒരു എന്താണ് എൻലാർജ്മെൻറ്റ് അത് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്ന ഒരിതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇതിപ്പം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ്? ഇമേജ് എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ്? ഇമേജ് മാഗ്നിഫൈഡ് ആണ് അല്ലേ? അതായത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഈസ് ഗ്രേറ്റർ ദാൻ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ്? ഡിമിനിഷ്ഡ് ആണ്. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഈസ് സ്മോളർ ദാൻ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതേപോലെ ഇതിൻ്റെ സൈന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് അതായത് മുകളിലുള്ളത് പോസിറ്റീവായിട്ടും താഴെ ഫോം ചെയ്യുന്നത് നമ്മൾ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എമ്മിന് പോസിറ്റീവ് വാല്യൂസും വരാം, നെഗറ്റീവ് വാല്യൂസും വരാം. എം പോസിറ്റീവ് ആണെങ്കിൽ അത് വെർച്വൽ ഇമേജ് ആയിരിക്കും. അതേപോലെ എം നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ഇമേജ് ആയിരിക്കും. സോ ഇതൊന്ന് ഓർത്ത് വെക്കണം. നെഗറ്റീവ് വാല്യൂ വന്നാൽ നമുക്ക് മനസ്സിലാവണം റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് മീൻസ് കോൺകേവ് മിററിലാണ് റിയൽ ഇമേജ് ഫോം ചെയ്യുക. എം ഈസ് പോസിറ്റീവ് വെർച്വൽ ഇമേജ് കോൺവെക്സിലും വരുന്നുണ്ട്, കോൺകേവ് മിററിലും വരുന്നുണ്ട്. അതൊന്ന് നോക്കണം. ഓക്കെ, so magnification, it is the ratio of height of the image to the height of the object.
സോ ഈ ചാപ്റ്ററിലെ റിഫ്ലക്ഷൻ എന്ന പാർട്ടിലെ മെയിൻ പോയിന്റ്സ്, അതായത് സ്ഫെറിക്കൽ സർഫസ്, അതേപോലെ ടേംസുകൾ പോള്, ഫോക്കസ്, ഫോക്കൽ ലെങ്ത്, ദെൻ മിറർ ഫോർമുല, ദെൻ മാഗ്നിഫിക്കേഷൻ. ഇതൊക്കെ നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പാർട്ട് എന്താണ്? റിഫ്രാക്ഷനും അതേപോലെ സ്ഫെറിക്കൽ ലെൻസുകളും. അത് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.